Hi students, welcome back. Today we are going to discuss 18th question from miscellaneous exercise of integrals. Okay, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സം ആണ് കേട്ടോ. ഇച്ചിരി ഡിഫിക്കൽട്ടും ആയിരിക്കും, എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ഇൻ്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് ആൽഫ ഡി എക്സ്. അപ്പം നമുക്ക് ഡിനോമിനേറ്ററിനെ ഒന്നെടുത്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് പ്ലസ് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി. സൈൻ ഓഫ് എ പ്ലസ് ബി മീൻസ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ, കറക്റ്റ്. ദെൻ സൈൻ എ, this is A and this is B. Sin A cos B, sin A cos B plus cos A sin B. Understood? Sin of A plus B, that is sin A cos B plus cos A sin B. ഇനി നമുക്ക് ഈ സൈൻ ക്യൂബ് എക്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് സൈൻ എക്സ് നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. ഇവിടുന്ന് സൈൻ എക്സ് നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുക്കാൻ പോകും. അണ്ടർസ്റ്റുഡ്? അപ്പം നമുക്കിവിടെ സൈൻ റേസ് ടു 4x, കറക്റ്റ് അല്ലേ? ഇവിടുന്ന് സൈൻ എക്സ് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ പിന്നെ എന്താ വരുന്നത്? കോസ് ആൽഫ പ്ലസ്, ഇവിടെ സൈൻ എക്സ് ഇല്ലല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ കോസ് എക്സ് ബൈ sin x into sin alpha. എന്താ cos x by sin x എന്ന് പറയുന്നത്? cot x. So that is equal to sin raised to 4x into cos alpha plus cot x into sin alpha. കണ്ടോ? ഇതാണ് ഡിനോമിനേറ്ററിനെ നമ്മൾ ഈ ഫോമിലേക്ക് ആക്കി. മനസ്സിലായല്ലോ? ഇനി നമുക്കിതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സൈൻ ക്യൂബ് എക്സ് സൈൻ ഓഫ് എക്സ് പ്ലസ് ആൽഫ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് sin raised to 4x into cos alpha plus cot x into sin alpha. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. cot x into sin alpha dx. okay, then 1 divided by root of sin raised to 4x. root of sin raised to 4x നമുക്ക് ഔട്ട് സൈഡിലേക്ക് എഴുതാം അല്ലേ? ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സൈൻ റേസ്ഡ് ടു 4x മീൻസ് ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് കോസ് ആൽഫ പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു സൈൻ ആൽഫ ഡി എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ റൂട്ടിനുള്ളിൽ കിടക്കുന്നതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാം. ഓക്കെ, ദെൻ കോസ് ആൽഫ പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ടി. അണ്ടർസ്റ്റുഡ്? ദെൻ കോസ് ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത് 0 ആയിട്ട് പോകും. ദെൻ കോട്ട് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് മീൻസ് ദാറ്റ് ഈസ് മൈനസ് കോസിക് സ്ക്വയർ എക്സ്, ബട്ട് സൈൻ ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ വി ഷുഡ് റൈറ്റ് ഹിയർ സൈൻ ആൽഫ, ഇവിടുത്തെ സൈൻ ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് മീൻസ് മൈനസ് കോസിക് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. കോസ് ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ ദാറ്റ് ഈസ് 0 പ്ലസ് sin alpha is a constant, so sin alpha into derivative of cot x. Cot x in the derivative minus cosec square x, that is equal to dt by dx. Okay, that is equal to
മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കൊസിക് സ്ക്വയർ എക്സ് ഡി എക്സ്. നമുക്കിവിടെ കൊസിക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1/sin സ്ക്വയർ എക്സ് ഡി എക്സ് അല്ലേ? ഓക്കെ, വേണം നമുക്ക് അങ്ങനെ എഴുതാം. അപ്പം നമ്മുടെ 1/sin സ്ക്വയർ എക്സ്, കൊസിക് സ്ക്വയർ മീൻസ് 1/sin സ്ക്വയർ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ. മനസ്സിലായോ? അണ്ടർസ്റ്റുഡ്? ഇവിടെ ആ ഫോമിൽ കിടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇതിന് നമ്മൾ 1/sin സ്ക്വയർ എക്സ് നമ്മൾ കൊസിക് സ്ക്വയർ എക്സ് എന്ന് എഴുതിയിട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മൈനസ് സൈൻ ആൽഫേനെ നമ്മൾ കോൺസ്റ്റൻ്റിലെ അപ്പുറത്തേക്ക് എടുത്തു, മൈനസ് ഡി ടി ബൈ സൈൻ ആൽഫ, ദെൻ കൊസിക് സ്ക്വയർ എക്സിന് നമ്മൾ 1/sin സ്ക്വയർ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ. ഓക്കെ, ഇനി നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു integral of substituting this equation number 1, substituting in equation number 1, okay, 1 divided by sin square x dx is equal to minus dt divided by sin alpha. Okay, that is equal to minus dt divided by sin alpha. So 1 minus 1 by sin alpha നമുക്ക് ഔട്ട്സൈഡിലേക്ക് എഴുതാം. Then integral of dt divided by cos alpha plus cot x into root t, that is equal to minus 1 by sin alpha integral of dt by root t means that is t raised to minus half dt. Okay, that is equal to minus 1 by sin alpha into t raised to minus half ൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? t raised to minus half plus 1 divided by minus half plus 1. Okay, t raised to minus half plus 1 divided by minus half plus 1 plus c. That is equal to minus 1 by sin alpha. t raised to minus half plus 1 means t raised to half. t raised to half divided by half, that means into 2 by 1 plus c, that is equal to minus 1 into 2 means that is minus 2 by sin alpha into t raised to half plus c, that is equal to minus 2 by sin alpha into എന്താ t? t means നമ്മുടെ t എന്തായിരുന്നു? cos alpha plus cot x into sin alpha. അപ്പോൾ നമുക്കത് ടി ഇട്ട് കൊടുക്കാം. ടി ഈസ് ഈക്വൽ ടു ടി റേസ് ടു ഹാഫ് ആണ്, അപ്പോൾ റൂട്ട് ഓഫ് വരും അല്ലേ? റൂട്ട് ഓഫ് കോസ് ആൽഫ പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സി. ഇനി നമുക്ക് മൈനസ് 2 ബൈ സൈൻ ആൽഫ ഇൻറ്റു റൂട്ട് ഓഫ് cos alpha plus cot x means cos x by sin x. അപ്പോൾ നമുക്ക് cos x by sin x എന്ന് എഴുതാം. cos x by sin x into sin alpha plus c. Understood? Then c sin x വെച്ചിട്ട് നമുക്ക് LCM കോമൺ ആക്കുന്നത് ചെയ്ത് കൊടുക്കാം. That is equal to minus 2 by sin alpha root of cos alpha into sin x. So sin x into cos alpha plus cos x into sin alpha plus cos x into sin alpha plus c divided by sin x. കറക്റ്റ് അല്ലേ? sin x into cos alpha plus cos x into sin alpha the whole divided by sin x plus c. ഇത് നോക്കിയേ, sin a cos b plus cos a sin b മോഡൽ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 2 ബൈ സൈൻ ആൽഫ ഇൻറ്റു റൂട്ട് ഓഫ് ഇത് sin a cos b plus cos a sin b. എന്താ അത്? sin of a plus b. ഓക്കെ, ദാറ്റ് ഈസ് sin of a means x plus alpha divided by sin x plus c. Understood?
minus 2 by sin alpha into root of sin x cos alpha plus cos x sin alpha means sin of x plus alpha then divided by sin x plus c. ഭയങ്കര ഇമ്പോർട്ടൻ്റ് സം ആണ് കേട്ടോ, നന്നായിട്ട് പഠിച്ചിരിക്കണം. The next question we will study in the next class. Until then, bye bye.